ഞാൻ ഡോക്ടർ അനു കെ വാസു. ഞാൻ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, ഹെപ്പറ്റോളജിസ്റ്റ് ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനാണ്. ഞാൻ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഗോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ല് എന്ന വിഷയത്തെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുക എന്നത്. ചിലപ്പോൾ വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാത്തപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴോ ആയിരിക്കും നമ്മൾ ഈ പിത്തസഞ്ചിയിൽ കല്ലുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. സാധാരണയായി പിത്തസഞ്ചിയിൽ കല്ലുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കുഞ്ഞുങ്ങളിൽ ഹീമോലൈറ്റിക് ഡിസീസ്, അതായത് RBCs അമിതമായി ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ഡിസീസ് ഉള്ളപ്പോഴാണ്. സോ ഇങ്ങനെ പിത്തസഞ്ചിയിൽ കല്ലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ഹീമോലൈറ്റിക് ഡിസീസസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ഹീമോലൈറ്റിക് ഡിസീസിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ കല്ല് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമായിരിക്കാൻ സാധ്യതയില്ല. ബട്ട് ചില കുട്ടികളിൽ ഒബിസിറ്റി, അമിതവണ്ണമുള്ളവരിലും ഈ പിത്തസഞ്ചിയിൽ കല്ല് സാധാരണമായി ഇപ്പോൾ കാണുന്ന ഒരു പ്രവണതയാണുള്ളത്. ഈ പിത്തസഞ്ചിയിൽ കല്ല് കുറച്ച് നാളായി ഇരിക്കുമ്പോൾ അത് ഇൻഫെക്ഷൻ വരുന്നതിനും ഈ പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരുന്നതിനും അതുമൂലം കുഞ്ഞുങ്ങൾ പനി, ഛർദി എന്ന സിംറ്റംസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ പിത്തസഞ്ചിയിൽ കല്ലുള്ളതിനാൽ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കല്ല് മാത്രമേ ഉള്ളൂ, അതിൻ്റെ സൈസ് ഒരു 1.5 സെൻറ്റിമീറ്റർ താഴെ ആയിരിക്കുക, ഒരു സിംഗിൾ സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ചികിത്സ ചെയ്യുകയോ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുകയോ സർജറി ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. എന്നാൽ ഈ ഒരു പിത്തസഞ്ചിയിൽ ഇരിക്കുന്ന കല്ലിനാൽ അടിക്കടി ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുക, ഗോൾ ബ്ലാഡറിന് ഇൻഫെക്ഷൻ വരിക, ഒന്നിൽ കൂടുതൽ കല്ലുകൾ കാണപ്പെടുക, ഒരു കല്ലിൻ്റെ തന്നെ സൈസ് 1.5 സെൻറ്റിമീറ്റർ കൂടുതലായി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിനോടനുബന്ധപ്പെട്ട ഹീമോലൈറ്റിക് ഡിസീസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായി ഈ ഗോൾ ബ്ലാഡർ സർജറി ചെയ്ത് ഈ കല്ല് നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്.